ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ്തി. ഇന്ന് ഞാൻ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിലേക്കായിട്ട് കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കയുടെ രണ്ട് ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത വെണ്ടയ്ക്ക ഇപ്പം ഞാൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്ത വെണ്ടയ്ക്കയാണ്. അപ്പോൾ കട്ട് ചെയ്ത വെണ്ടയ്ക്ക ഓരോന്നും ഇത്രയും വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ. ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാളയുടെ തോലൊക്കെ കളഞ്ഞ് നമുക്കിതിനെ വളരെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കഴുകി വൃത്തിയാക്കി നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. വളരെ നൈസായിട്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായി. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. നമ്മൾ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടുക, വെണ്ടയ്ക്ക ഇങ്ങനത്തെയൊക്കെ റെസിപ്പികൾ ചെയ്യുമ്പോഴത്തേനും നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്തെടുക്കണേ. കുറച്ച് നേരം ഒന്ന് അതിനൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഈ പശപ്പൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയുടെ ആ പശപ്പൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആ സവാള, അരിഞ്ഞു വെച്ചിരുന്ന സവാള, വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്ത സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. രണ്ട് വെളുത്തുള്ളി വളരെ നൈസായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളവും ചേർക്കണ്ട, ഇത് അടച്ച് വെച്ചും വേവിക്കണ്ട. നമുക്കിങ്ങനെ തുറന്നു വെച്ചിട്ട് തന്നെയാണ് വഴറ്റിയെടുക്കേണ്ടത്. 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് തരത്താണ്. ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കടുകാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, തക്കാളി എല്ലാം നല്ലതുപോലെ ഇതുമായിട്ടൊന്ന് യോജിക്കട്ടെ. 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സിയുടെ ജാറിലിട്ട് തേങ്ങ ഒന്ന് അടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല.
1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല, എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നേരത്തെ നമ്മൾ എരിവുള്ള പച്ചമുളകാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തത്. നമുക്ക് എരിവിന് ഇനിയും എരിവ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കാശ്മീരി പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന കറികൾ ഇത്തിരി കളർഫുൾ ആയിരിക്കുമ്പോൾ അത് ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മൾ ഫുഡ് കളറല്ലല്ലോ ചേർക്കുന്നത്. എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. കുറച്ച് നേരം കൂടെ നമുക്കിതിനെ ഒന്ന് ഇങ്ങനെ വരട്ടിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം നല്ലതുപോലെ വഴറ്റി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാൻ സമയമാകുമ്പോഴത്തേനും നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ചേർക്കണ്ട. ഇല്ലാതെയും നല്ല ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു.